ംഗം നമ്മൾ കുട്ടിക്കലാശം സ്പെഷ്യൽ ഷോയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. മാഡം എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ ഐ ആം വെയിറ്റിംഗ് എന്ന ഐഡി ചോദിക്കുന്നുണ്ട്. ആര് ചോദിക്കുന്നു? ഐ ആം വെയിറ്റിംഗ്. നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോവാം. വി എസ് രഞ്ജിത്ത് UDF ക്യാമ്പിൽ നിന്നാണ്. വി എസ് രഞ്ജിത്ത് ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഇന്നലത്തെ നമ്മുടെ ആ മീറ്റ് ദ എഡിറ്റേഴ്സ് ഷോയിൽ അവസാനം സംസാരിച്ചത് വി എസ് രഞ്ജിത്തായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി വിഷമമായി. കമന്റ് എന്താന്ന് വെച്ചാൽ, ഇത്രയും നേരം ആളുകൾ സംസാരിച്ചതിനകത്ത് ഏറ്റവും സെൻസിബിൾ ആയി പാലക്കാട്ടുകാരുടെ പൾസ് പറഞ്ഞത്, ആ വാക്കാണ്, പാലക്കാട്ടുകാരുടെ പൾസ് പറഞ്ഞത് വി എസ് രഞ്ജിത്താന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ രഞ്ജിത്തെ? രഞ്ജിത്തിന് അതിനുശേഷം രഞ്ജിത്തിനോട് സംസാരിച്ചിട്ടില്ല. കാരണം അഹങ്കാരം ഇങ്ങനെ കയറിയിട്ട്. രഞ്ജിത്ത് അങ്ങനെ ഒരു അഹങ്കാരിയാണോ? ഉണ്ണി സാർ യോജിക്കുന്നില്ല. ഒട്ടുമല്ല. രഞ്ജിത്ത് കേൾക്കുന്നുണ്ടോ? പാലക്കാടിന്റെ പൾസ് അറിഞ്ഞ രഞ്ജിത്ത് സന്തോഷം കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, എവിടെയാണ്, ആർക്കിടയിലാണ്? ഒലവക്കോട് ഭാഗത്തൊക്കെ കണ്ടവരുണ്ടെന്നാണ് കേട്ടത്. ഞാൻ പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷമുള്ള ഒരു ആൾക്കൂട്ടത്തിന് നടുവിലാണ് ഞാനുള്ളത്. സുജയ, ആൻഡ്രൂ സാർ, സ്മൃതി മാഡം, ഉണ്ണി സാർ, ഞാനിപ്പോ നമ്മളൊക്കെ എന്നേക്കാൾ വലിയ സന്തോഷമുള്ള ആൾക്കൂട്ടത്തിനിടയിലാണ്. നമ്മൾ ജയിക്കാൻ പോകുന്ന മത്സരത്തിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടാവുമല്ലോ, ജയിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ ഒരു ആവേശം. ആ ആവേശത്തിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒലവക്കോട് അങ്ങാടിയിൽ വെച്ച് ഈ കലാശക്കൊട്ടിന്റെ റാലി ആരംഭിക്കാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. എനിക്കൊപ്പം ഇവിടെ PC വിഷ്ണുനാഥനുണ്ട്. PC വിഷ്ണുനാഥനോട് ചോദിക്കാം നമുക്ക്. വലിയ ആവേശമാണ് കലാശക്കൊട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ. എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? ഇത് ഒരു സംശയവും വേണ്ട. 23-ാം തീയതി നടക്കാൻ പോകുന്ന, അഹങ്കാരമില്ല, വിനയത്തിൽ പറയുകയാണ്, 23-ാം തീയതി ഞങ്ങൾ നടത്തുന്ന വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഒരു തുടക്കമായിരിക്കും ഇന്നത്തെ കലാശക്കൊട്ട്. ഭൂരിപക്ഷത്തെ കുറിച്ച് അവകാശവാദം പറയുമ്പോൾ കുറച്ച് അഹങ്കാരമായി പോകും. ഭൂരിപക്ഷത്തിന് അവകാശവാദം ഉണ്ടോ? ഇപ്പോൾ ഭൂരിപക്ഷം അഹങ്കാരമില്ലാതെ തന്നെ പറയുന്നു. 10,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷത്തില് ഞങ്ങൾ വിജയിക്കും. വിനയത്തോടു കൂടിയുള്ള ഒരു 15,000 അല്ലെ? എന്താണ് കൂടുതൽ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ആത്മവിശ്വാസം പകരുന്നത്? സന്ദീപ് വാര്യരുടെ വരവാണ്. സന്ദീപ് വാര്യരുടെ വരവ് അവസാന ദിവസങ്ങളിൽ ഒരു എക്സ്ട്രാ മൊമെന്റം UDFന്റെ ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ CPMന്റെ പ്രമുഖനായ നേതാവ് കൃഷ്ണദാസ് മത്സരിച്ചപ്പോൾ അവർ 3-ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വിജയരാഘവനാണ് ഇവിടുന്ന് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. ഒരുപക്ഷെ CPMന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ CPMന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹവും 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അവർക്ക് ചിഹ്നം പോലുമില്ല. അതുകൊണ്ട് CPMന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കുറയും. ഈ ശ്രീധരനായിരുന്നു BJPക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. അപ്പൊ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അവർക്കും ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഷാഫിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് മാങ്കൂട്ടത്തിലെ വിശ്വാസമുണ്ടോ? ഷാഫിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥി എന്നല്ല, ഷാഫിയും കൂടി ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഷാഫിയും ശ്രീകണ്ഠനും കൂടി ചേരുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ.